കഥ പറച്ചിലിന്റെ അല്ലെങ്കിൽ കഥ പറച്ചിലുകളുടെ വിവിധ മേഖലകളിലൂടെയുള്ള അവസാനിക്കാത്ത യാത്രയുടെ കഥ പറച്ചിലുകാരൻ ഡോക്ടർ ജെയിൻ ജോസഫ്, ജെയിൻ ചേട്ടൻ, എല്ലാവരുടെയും ജെയിൻ സാർ. ദ വേ ടു സക്സസ് 0 to 100% എന്ന ഈ പോഡ്കാസ്റ്റ് സീരീസിന്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. അടുത്ത കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് ഒരുപാട് കുട്ടികൾ നേഴ്സിംഗ് പഠനത്തിനും എഞ്ചിനീയറിംഗ് പഠനത്തിനൊക്കെ ആയിട്ട് പോകുന്നത്. അവര് ഒരു ഉയർന്ന വരുമാന മാർഗം നോക്കിയിട്ടാണ് ആ മേഖലയിലേക്ക് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പൊ കലയുടെ പല ആൾക്കാർക്കും കലയിലേക്ക് എത്തണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ തന്നെയാണ് ഈ കൊഴിഞ്ഞു പോകുന്നതും ഇവരൊക്കെ തന്നെയാണ്. അപ്പം കേരളത്തിന്റെ ഒരു എക്കോസിസ്റ്റത്തില് ഇവിടെ ബിസിനസ്സുകൾ വളരാത്തതും അല്ലെങ്കിൽ ഈ ഒരു കാഴ്ചപ്പാട് പോലെ കലയിലൂടെയുള്ള ബിസിനസ്സുകൾ അല്ലെങ്കിൽ കലയിലൂടെ ആണ് ഈ ബിസിനസ്സുകളൊക്കെ നടക്കുന്നതെന്നുള്ള ഒരു അവയർനെസ് ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിച്ചിറങ്ങുന്ന കലയിൽ സ്റ്റോറി പറയാൻ അറിയാവുന്ന കലാകാരന്മാർക്ക് കൃത്യമായിട്ടുള്ളൊരു വേതനം ഈ പോകുന്ന ഇത്രയും കഷ്ടപ്പാടുകളും ലോണുകളും ഒക്കെ ഒഴിവാക്കി നിർത്തിയിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ നിന്നിട്ട് നല്ല കൃത്യമായ ഒരു വേതനം കിട്ടുന്ന ഒരു അവസ്ഥ ഇന്ന് കേരളത്തിലുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ആ ചോദ്യത്തിനോട് ഞാൻ പേഴ്സണലി യോജിക്കുന്നില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് കേരളത്തിൽ തന്നെ നിൽക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു പ്രയോറിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാനിപ്പോ പൂനെയും മുംബൈയൊക്കെ പോയിരുന്നു. അന്നത്തെ കാലത്ത് പോകാവുന്നൊരു സ്പേസ് അതാണ്. ഇന്നത്തെ കാലത്ത് അതിന്റെ അപ്പുറത്തേക്ക് പോകുന്നു എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ കേരളത്തിൽ തന്നെ നിന്ന് ജോലി കിട്ടണം എന്ന് വ്യക്തിപരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല, അങ്ങനെ വിശ്വസിക്കുന്നുമില്ല. അതേസമയം ഈ നല്ല പ്രതിഫലം ഇത്തരം മേഖലയിൽ നിന്ന് കിട്ടുകയില്ലേ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും കിട്ടും എന്ന് തന്നെയാണ് എന്റെ മറുപടി. കാരണം എനിക്ക് 15 വർഷം കൊണ്ട് ഒരു 2000-ലധികം വിദ്യാർത്ഥികളുടെ കൃത്യമായ ഡാറ്റ വെച്ചിട്ട് എനിക്കത് പറയാൻ കഴിയും. പലരും കേട്ടാൽ ഞെട്ടുന്ന രീതിയിലുള്ള പൈസ ഇവരൊക്കെ വാങ്ങുന്നുണ്ട്. ഇവർ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നവരുണ്ട്, ബോംബെയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കേരളത്തിൽ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേരളത്തിനൊരു അടിസ്ഥാന പ്രശ്നമുണ്ട്. ഒന്ന്, നമ്മൾ വില കൊടുക്കാൻ മടിയുള്ളവരാണ്. അത് വ്യക്തികൾക്കുള്ള വിലയായാലും ബഹുമാനത്തിന്റെ രൂപത്തിലായാലും ഒരു അടിസ്ഥാന പുച്ഛം നമുക്ക് എല്ലാ കാര്യത്തിലും ഉണ്ടാവുമല്ലോ. സംഗതി സാധനങ്ങൾക്കൊക്കെയുള്ള വില കൊടുക്കാനായാലും നമുക്കൊരു മടിയുണ്ട്. നമുക്കൊരു പ്രത്യേകിച്ച് ഇപ്പൊ വിദ്യാഭ്യാസം, കല എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ കിട്ടണം എന്നുള്ളതാണ്. കാരണം അതെനിക്ക് തോന്നുന്നത് നമ്മൾ ഈ രാജാക്കന്മാരുടെയൊക്കെ കാലത്തുനിന്ന് വന്നിട്ടുള്ളൊരു ശീലമായിരിക്കും. മറ്റേ പട്ടും വളയും ഒക്കെ നമുക്ക് അങ്ങനെ രാജാവ് തരുമ്പോ ഉണ്ടാവുന്നൊരു കുളിർമ അനുഭവിച്ചൊരു ജനതയാണെന്ന് തോന്നുന്നു നമ്മള്. അപ്പൊ നമ്മളെപ്പോഴും ഈ പാട്രണേജിൽ വിശ്വസിച്ചിരുന്നവരാണ്. അപ്പൊ കലാകാരന് പാട്രണേജ് ആണ് പറഞ്ഞ രാജാവിന്റെ കയ്യിൽ നിന്നാണത് കിട്ടുക, അല്ലാതെ അയാൾ പോയിട്ട് പഠിക്കൽ ഇല്ല. അപ്പൊ അതുപോലെ തന്നെ വിദ്യാഭ്യാസവും അതുകൊണ്ടാണല്ലോ വിദ്യാഭ്യാസം കച്ചവടമാക്കരുത് എന്നൊക്കെ പറഞ്ഞ വൻ സംഭവമായിട്ടൊക്കെ വന്നത്. ഇതൊക്കെ സത്യത്തിൽ ഈ വില കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഒറ്റ വരിയുടെ പ്രശ്നമാണ്. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് പ്രതിഫലം കിട്ടുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ കൃത്യമായിട്ട് ആ പണി പഠിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്, അല്ലാണ്ട് വേറൊന്നല്ല. കാരണം ഈ പണി കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ള ഒരാള് ആ പണി കൃത്യമായിട്ട് ചെയ്തിട്ട് അതിന് കൃത്യമായിട്ടുള്ള ഔട്ട്കം ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ബെനിഫിഷ്യറി ആരാണോ അയാൾ പൈസ കൊടുക്കും. ഇതിലൊരു കൺഫ്യൂഷനും ഇല്ല. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് പൈസ കിട്ടുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ കൃത്യമായിട്ട് അത് ചെയ്തോ എന്ന് കൂടി നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട് എല്ലാ രീതിയിലും. അപ്പൊ ഇവിടുത്തെ ഒരു ഉന്നത വിദ്യാഭ്യാസത്തിന്റെ തന്നെ പ്രശ്നം എവിടെയാ കിടക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മനോഭാവമാണെന്ന് ഞാൻ പറയും. അതായത് നമുക്കിപ്പോ ബാംഗ്ലൂർ പോയിട്ട് ഒരു സാധാരണ കോഴ്സ് ചെയ്യാനായിട്ട് കൊല്ലത്തില് 2 ലക്ഷം രൂപ കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല. കുറച്ചും കൂടി ഒരു നല്ല മാനേജ്മെന്റ് കോളേജിലാണെങ്കിൽ കൊല്ലത്തിൽ 3.5 ലക്ഷം രൂപ കൊടുക്കാൻ ഇവിടെയുള്ള പാരന്റ്സ് തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷെ അത് ഇവിടേക്ക് വരുമ്പോ ഒരു സെമസ്റ്ററിന് 40,000 എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഭയങ്കര പൈസയായി. അപ്പൊ ഒരു കൊല്ലത്തിൽ 80,000 രൂപ, 1 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് പൈസ ഇവർ വാങ്ങുന്നതെന്ന് ചോദിക്കും.
എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. കാരണം പലപ്പോഴും ഈ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾ അവിടെ ഒന്നും ശരിക്കും പഠിപ്പിക്കുന്നില്ല, അവിടെ എക്യുപ്മെന്റ് ഇല്ല, അവിടെ പ്രോപ്പറായിട്ടുള്ള ഫാക്കൽറ്റി ഇല്ല, കുറെ കെട്ടിടമുണ്ട് എന്ന് മാത്രം പരാതി പറയുന്നവരെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കാം, അവിടെ എത്രയാ ഫീസ് എന്നുള്ളത്. 1,00,000 രൂപ കൊല്ലത്തിൽ വാങ്ങിയിട്ട് എനിക്കിപ്പോ ഇത് നടത്തി പരിചയമുള്ളതുകൊണ്ട് ഞാൻ പറയാം, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ടീച്ച്. അപ്പൊ അങ്ങനെ വരുമ്പോ അതിന് തക്ക എക്യുപ്മെന്റ് അത് വാങ്ങി വെക്കാൻ പറ്റുള്ളൂ, അതിന് തക്ക ഫാക്കൽറ്റീനെ അവിടെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റൂ, അപ്പൊ അതിന് തക്ക ട്രെയിനിങ് അവിടെ കിട്ടൂ. അങ്ങനെ വാസ്തവത്തിൽ 3 കൊല്ലം കുട്ടികൾ അവിടെ വേസ്റ്റ് ആക്കുകയും, 2 ഇതാണ് ഈ പരിപാടി എന്ന് വിചാരിക്കുകയും ചെയ്തിട്ട് പുറത്തിറങ്ങിയാല് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള പണി കിട്ടില്ല. പ്രോപ്പറായിട്ടുള്ള പണി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള പൈസ കിട്ടില്ല. അപ്പൊ അവിടെയാണ് ഞാൻ ഈ പറയുന്നത്, വി ഹാവ് ടു ലേൺ ടു പേ ദി പ്രൈസ്. അത് മോണിറ്ററി ലെവലിലായാലും അധ്വാനത്തിന്റെ ഭാഗമായിട്ടായാലും, ഈ അധ്വാനത്തിന്റെ ഭാഗം എന്ന് ഞാൻ പ്രത്യേകം പറയുന്നത് പണിയെടുക്കണം. അപ്പൊ ആ പണിയെടുക്കാനുള്ളൊരു അങ്ങനെയും വില കൊടുക്കാലോ, എന്റെ സമയം കൊണ്ടും വില കൊടുക്കാലോ. അപ്പൊ ഇതൊന്നും നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ വാല്യൂ കൂടുന്നില്ല. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം അതാണ്, നമ്മുടെ വാല്യൂ കൂട്ടുക എന്നുള്ളതാണ് ക്രിയേറ്റിവിറ്റി. അത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ വാല്യൂവിനെ മോണിറ്റൈസ് ചെയ്യുന്നതാണ് ഈ മണി എന്ന് പറയുന്നത്. ആ മൂല്യത്തിനുള്ള തുക നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ ഇതൊരു ഒരു ലോങ് പ്രോസസ്സാണ്. ഇതിന്റെ ഉള്ളിൽ പല മൈൽ സ്റ്റോൺസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ലിറ്ററസി ഒരു വ്യക്തിക്ക് ഉണ്ടായി കഴിഞ്ഞാല് അയാൾ കൃത്യമായിട്ട് ഇതിന് പണിയെടുത്തോളും. ഇപ്പൊ ഈ പറയുന്ന പല കോച്ചുകളും ട്രെയിനർമാരൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ട്. ഇവര് ആദ്യത്തെ ലെവലിൽ വളരെ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ പിന്നെ ഇവർ ഇമ്മീഡിയറ്റ്ലി പോകുന്നത് മുംബൈയിലേക്ക് പോകും, അല്ലെങ്കിൽ ചെന്നൈയിലേക്ക് പോകും, അടുത്ത ലെവലിലുള്ള ട്രെയിനിങ് എടുക്കും, എന്നിട്ട് വീണ്ടും വന്ന് പഠിപ്പിക്കുക. അപ്പൊ ഇവൻ ഈ പറഞ്ഞ പെർ ഡേ 5,000 ചാർജ് ചെയ്തെടുത്തുനിന്ന് പെർ ഡേ 25,000 ആയി. അത് കഴിയുമ്പോൾ അതിൽ നിന്ന് കുറച്ച് പൈസ കിട്ടി, ഇവൻ US പോവും, അവിടെ നിന്ന് ഈ പറയുന്ന പേഴ്സണൽ എവല്യൂഷൻ കോച്ചിങ് എടുക്കും. അത് കഴിയുമ്പോൾ ഇവിടെ അവന്റെ പെർ ഡേ 2 lakhs ആയി. ഈ വാല്യൂ ബിൽഡിംഗ് ഉണ്ടല്ലോ, അതിന് നമ്മൾ വില കൊടുക്കണം എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടല്ലോ, അത് കേരളത്തിലെ കുട്ടികളെയും അതിന്റെ ഉദ്യോഗസ്ഥരെയും ഒക്കെ മനസ്സിലാക്കിച്ചു കഴിഞ്ഞാല് നമ്മൾ ഇതുപോലെ പ്രോപ്പർ ട്രെയിനിങ് കൊടുത്ത് ഇവരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇവർ ഇതുപോലെ തന്നെ പൈസ സമ്പാദിച്ചോളും. അതിവിടെ സംഭവിക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞു, 15 കൊല്ലത്തിന്റെ ഒരു അനുഭവത്തിന്റെ ഉള്ളിൽ ഇപ്പൊ ഒരാൾ എന്നോട് അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെറുതെ ഇവിടുത്തെ സ്റ്റുഡന്റ് ലിസ്റ്റ് വർക്ക് ചെയ്യുന്നവരുടെ ലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ പ്രശ്നം തീരും. അപ്പൊ അതൊരു പലപ്പോഴും ഈ ഉന്നത വിദ്യാഭ്യാസത്തിനെ കുറിച്ച് നമ്മുടെ സംസ്ഥാനത്ത് അട്ടർലി കൺഫ്യൂസ്ഡ് ആണ്. കാരണം ഈ ഒരു പോയിന്റ് ഒഴികെ ബാക്കിയെല്ലാം ചർച്ച ചെയ്യും. ഇത് ഫീസ് കൂട്ടുക അല്ലെങ്കിൽ അതിനുള്ളൊരു വാല്യൂ കൊടുക്കുക എന്ന് പറയുന്നിടത്ത് നമ്മുടെ ഈ ചരിത്രപരമായ ഒരു ഇൻസ്റ്റലേഷൻ കാരണം നമ്മളെല്ലാവരും അവിടെ എത്തുമ്പം ഉണ്ടാതാവും. ഏത് അല്ല, ഫീസ് കൂട്ടാൻ പാടില്ല, പണം ഫീസ് കൂട്ടാതെ എക്യുപ്മെന്റ് വരില്ല, ആ ഒരു ഇഷ്യൂസ് ആണ്. ഇതിനോടനുബന്ധിച്ച് തന്നെ ചോദിക്കട്ടെ, നമ്മുടെ ശരിക്കും കേരളത്തില് ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്ന 2 മേഖല എന്ന് പറയുന്നത്, ഒന്ന് എഡ്യൂക്കേഷനും, 2 മാരേജും. ശരിക്കും ഇടയ്ക്ക് ഞാൻ എവിടെയോ കേട്ടൊരു സംഭവം എന്ന് പറയുന്നത്, ഇന്ത്യയില് മാരേജ് ഫംഗ്ഷന് ചെലവാക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് കൊടുക്കാമെന്നാണ്. അപ്പൊ ആ ഒരു ആസ്പെക്ടില് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ ഒരു എക്കോസിസ്റ്റം എഡ്യൂക്കേഷന് പൈസ മുടക്കുന്നതിന് അനുകൂലമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. കമ്പാരിറ്റീവ്ലി മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അനുകൂലമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോ ഇപ്പൊ നിയോയിലെ ഒരു ഫീസ് എന്ന് പറയുന്നത് അത്ര വലിയൊരു ഫീസായിട്ട് അങ്ങനെ അത് അല്ല, ഞാൻ പറഞ്ഞ നമ്മളിപ്പോ അതിനെ അത് കുറവാണെന്നൊന്നും പറയാൻ നിൽക്കുന്നില്ല. അത് ഇവിടുത്തെ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് അത് കൂടുതലാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ആ മറ്റ് 2 ഉദാഹരണങ്ങളിൽ ഒരു വ്യത്യാസം ഒന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങാനിരിക്കുന്നവൻ നടത്തുന്ന കല്യാണത്തിന്റെ ചെലവ് കൊണ്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പറ്റില്ല. സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പറ്റുന്നത് സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങി ഗംഭീരമായിട്ട് വിജയിച്ച അംബാനി അയാളുടെ മകന്റെ കല്യാണം നടത്തുന്ന പൈസ കൊണ്ടാണ് സ്റ്റാർട്ടപ്പ് നടക്കുന്നത്. അയാൾക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങേണ്ട ആവശ്യമില്ല. അപ്പൊ ഒന്നത്. രണ്ടാമത്, ഈ കേരളത്തില് പൈസ സ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് കേരളത്തിന്റെ ജോഗ്രഫിക്കൽ ടെറൈനിലല്ല ഈ പൈസ സ്പെൻഡ് ചെയ്യുന്നത്. ഇവിടുത്തെ മാതാപിതാക്കൾ സ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മക്കളുടെ പ്രഷറും കൂടി ഇപ്പൊ ഉണ്ട്. മാതാപിതാക്കൾ അത്ര സന്തോഷത്തിലൊന്നല്ല എപ്പോഴും സ്പെൻഡ് ചെയ്യുന്നത്.
അത് സ്പെൻഡ് ചെയ്യുന്നത് ബാംഗ്ലൂരോ ഡൽഹിയിലോ കാനഡയിലോ US-ലോ ഒക്കെയാണ്. അപ്പോൾ കേരളത്തിൽ സ്പെൻഡ് ചെയ്യപ്പെടുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് തന്നെയാണ് നിയോയുടെ ഫീസിനെ കുറിച്ചുള്ള പ്രശ്നം. ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ ഒരു ഡയറക്ഷൻ കോഴ്സിന് 7 ലക്ഷം രൂപയാണ് നമുക്ക് 1.5 വർഷത്തെ ഫീസായിട്ട് വരിക. ഇതേ സംഗതി നിങ്ങൾ ചെന്നൈയിൽ പോയി കഴിഞ്ഞാൽ 12 ലക്ഷം രൂപയായി, ഹൈദരാബാദ് പോയാൽ 12ആയി, മുംബൈയിൽ പോയി കഴിഞ്ഞാൽ 26 ലക്ഷം രൂപയായി. അവിടെയൊക്കെ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. ഇവിടുന്ന് കേരളത്തിൽ നിന്നുള്ള സ്റ്റുഡൻസും പോയി പഠിക്കുന്നുണ്ട്. പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കേരളത്തിന്റെ അതിർത്തി കടന്നാലേ നമ്മൾ റിസ്ക് എടുക്കുള്ളൂ എന്ന് പറയുന്നത് പോലെ കേരളത്തില് ഈ പൈസ സ്പെൻഡ് ചെയ്യാനുള്ള മടിയാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നിയോയ്ക്ക് ചെന്നൈ ക്യാമ്പസ് ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് ഈ പറയുന്ന 12 ലക്ഷം രൂപ വാങ്ങിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി അഡീഷണൽ ഫെസിലിറ്റി കൊടുത്ത് നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. പക്ഷെ കേരളത്തില് 7 ലക്ഷം രൂപ എന്ന് പറയുമ്പോഴേക്കും അത് ഭയങ്കര ഷോക്കിംഗ് ആണ്. അപ്പൊ ഞാനെപ്പോഴും ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണ്, നമ്മൾ ഈ പറയുന്ന പൈസ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 1.5 കൊല്ലം കൊണ്ട് സ്പെൻഡ് ചെയ്താൽ അയാൾ അതൊരു 3.5 കൊല്ലം കൊണ്ട് തിരിച്ച് എടുത്തു കഴിഞ്ഞാല് 5 കൊല്ലം കൊണ്ട് അയാൾ 0 ഇൻവെസ്റ്റ്മെന്റിലാ. ഒപ്പം അയാളുടെ കയ്യിൽ ഒരു എന്താ പറയാ ട്രേഡ് ഉണ്ട്, അയാൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. ഈ ഇക്വേഷൻ ആയിരിക്കണം വർക്ക് ചെയ്യേണ്ടത്. അത് നിങ്ങൾ ഈ ഒരു അളവ് വെച്ചിട്ട് നിങ്ങൾ കാനഡയെ അപ്ലൈ ചെയ്ത് നോക്കിയോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിനെ അപ്ലൈ ചെയ്ത് നോക്കിയോ, നിങ്ങൾക്ക് മനസ്സിലാവും ROI വർക്ക് ചെയ്യില്ല, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് വർക്ക് ചെയ്യില്ല. അപ്പൊ ഇതിനെ ഞാൻ പറഞ്ഞ ഫിനാൻഷ്യൽ ലിറ്ററസി വേണമെന്ന്. ഞാൻ ഈ എന്റെ ഇവിടെ വീടൊക്കെ പണയം വെച്ച് പഠിക്കാൻ വന്നവരുണ്ട്. പക്ഷെ അവർക്ക് ഉറപ്പുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ഈ അച്ചീവേഴ്സ് അവാർഡ് കൊടുക്കാറുണ്ട്. അപ്പൊ അതില് അവാർഡ് മേടിക്കാൻ വന്ന ഒരാള് പാസ് ഔട്ടായിട്ട് 1 കൊല്ലം കഴിഞ്ഞിട്ട് വന്നൊരാൾ പറഞ്ഞത്, ഞാനിങ്ങനെ പണയത്തിലിരിക്കുന്ന വീട് കഴിഞ്ഞ ആഴ്ച അപ്പന് തിരിച്ചെടുത്ത് കൊടുത്തിട്ടാണ് ഞാൻ വന്നിട്ട് ഈ അവാർഡ് വാങ്ങുന്നത് എന്ന് സ്റ്റേജിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ റിസ്ക് ആണ്, ഇത് റിസ്ക്കാ, മനസ്സിലായില്ലേ? ഈ റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാവുന്നുണ്ടോ എന്നുള്ളതാണ്. അതിപ്പോ സാധാരണ ഒരു പെട്ടിക്കട തുടങ്ങുന്ന ഒരാളും ഈ റിസ്ക് എടുക്കുന്നുണ്ട് അല്ലേ? അവിടെ സാധനങ്ങളൊക്കെ മേടിച്ചു വെച്ച് ഇതെല്ലാവരും വന്ന് വാങ്ങിക്കോളും എന്നൊന്നും ആരും ഉറപ്പൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ അവിടെയാണ് ഞാൻ പറയുന്നത്, എവ്രി ആർട്ടിസ്റ്റ് ഈസ് ആൻ ഓണ്ടർപ്രണർ. ഈ ഓണ്ടർപ്രണർഷിപ്പ് വരേണ്ടത് ആ രീതിയിലാണ്. ഞാൻ എൻ്റെ കരിയറിലേക്ക് പൂനെയിൽ പഠിക്കാൻ പോകുമ്പോൾ ഒരു റിസ്ക് എടുത്തിട്ട് പഠിക്കാൻ പോകണം അല്ലേ? ഞാൻ ഫൈസറിൽ നിന്നൊക്കെ റിസൈൻ ചെയ്ത് ലോകത്തിലെ ഒരു നല്ല ജോലി റിസൈൻ ചെയ്തിട്ട് ഞാൻ 3 കൊല്ലം പഠിക്കാൻ പോകുമ്പോൾ എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അവിടെ. ഞാനൊരു റിസ്ക് എടുത്തിട്ടുണ്ട്. പിന്നെ അതിനെ എൻ്റെ വാല്യൂ കൂട്ടാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യേണ്ട ഉത്തരവാദിത്തം എൻ്റെ മാത്രമാണ്. അല്ലാണ്ട് എനിക്ക് സമൂഹത്തെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല, എൻ്റെ ബന്ധുക്കളെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല, എൻ്റെ പാരൻസിനെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ഞാനായിട്ട് എടുത്തൊരു തീരുമാനം, ഞാൻ ഇത് പോയി പഠിച്ചു, ഇനി അത് അപ്ലൈ ചെയ്ത് എനിക്ക് എൻ്റെ വാല്യൂ കൂട്ടേണ്ടതുണ്ട്, അതിനുള്ളൊരു റെമ്യൂണറേഷൻ എനിക്ക് കിട്ടേണ്ടതുണ്ട് എന്ന് പറയുന്ന വളരെ നോർമൽ ഹ്യൂമൻ ലോജിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിലൊന്നും ഒരു പ്രശ്നമില്ലാന്നേ. ഈ ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ കാര്യത്തിലാണെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് കരിയർ ഇതൊക്കെ മാനേജ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒരു ബിസിനസ്സിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ആ ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിൽ മലയാളികളെക്കാൾ കുറച്ചുകൂടി കൃത്യമായ ധാരണ ഉള്ളത് ഗുജറാത്തികർക്കാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോ നേരത്തെ ജെയിംസ് അത് പറഞ്ഞ പോലെ യാത്രകൾ ചെയ്തിട്ടുള്ള, പൂനെയിൽ പഠിച്ചിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, യാത്രകൾ അധികം ചെയ്തിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഈ മലയാളികളും ഗുജറാത്തികളും ഒക്കെ തമ്മിലുള്ള ഒരു വ്യത്യാസങ്ങൾ, ഈ ഒരു കാര്യത്തിലുള്ള ഒരു ലിറ്ററസിയിലുള്ള വ്യത്യാസങ്ങൾ എങ്ങനെയാണ് അതിന്റെ ഒരു കാഴ്ചപ്പാട്? ഞാൻ അവിടെ IIM അഹമ്മദാബാദിലായിരുന്നു ഞാൻ പഠിച്ചപ്പോ, ഗുജറാത്തിലാണല്ലോ. അപ്പൊ അവിടുത്തെ പ്രൊഫസർമാര് സംസാരിക്കുന്നതില് 2 കഥകൾ ഉണ്ട്. അതിൽ ഒരു കഥ ഒരു മലയാളി പ്രൊഫസർ പറഞ്ഞതാ. അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ ഈ ഗുജറാത്തില് ഇപ്പൊ ഒരു വഴിയരികില് ഒരു പഞ്ചറടയ്ക്കുന്ന കട തുടങ്ങിയെന്ന് വിചാരിക്കും ഒരാള്. ഹൈവേയുടെ സൈഡിൽ ഒരു ട്രക്കിന്റെയോ അല്ലെങ്കിൽ കാറുകളുടെ ഒക്കെ വീലിന്റെ പഞ്ചറടയ്ക്കുന്ന ഒരു കട. അപ്പൊ ആദ്യം ഒരു 3-4 കാറുകൾ എത്തിണ്ടാവും, പിന്നെ ചിലപ്പോൾ ഒരു 10 കാറ് എത്തിണ്ടായിരിക്കും. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു 2 ബെഞ്ച് പുറത്തേക്ക് ഇട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവിടെ ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ അപ്പുറത്തെ കട വരാൻ പോകുന്നത് അതിനുള്ള മറ്റേ ട്യൂബ്, ഗമ്മ്,
അതിന് വേണ്ടുന്ന ഒരു ആക്സസറീസിന്റെ ഒരു കട അപ്പുറത്തൊരാള് തുടങ്ങും. അപ്പൊ ഈ ഇവനെ സംബന്ധിച്ച് സൗകര്യമായി. അപ്പോൾ ആദ്യം അയാളുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് എടുത്തു, ചിലപ്പോൾ അയാൾ 2 ദിവസം കഴിഞ്ഞിട്ട് മതി എന്ന് പറയാം. അപ്പൊ ഒരു ക്രെഡിറ്റ് സിസ്റ്റം വന്നു. അങ്ങനെ നടക്കുമ്പോൾ ഇവിടെ കൂടുതൽ ആൾക്കാർ വന്നു, മറ്റിടത്തേക്കും കൂടുതൽ ആൾക്കാർ വന്നു. അപ്പൊ അപ്പുറത്തൊരു ചായക്കട വന്നു, അതിന്റെ മുമ്പിൽ 2 ബെഞ്ച് വന്നു. അപ്പൊ ഈ പഞ്ചറടയ്ക്കുന്ന സമയത്ത് ചായക്കടയിൽ ഇരുന്നിട്ട് ചായ കുടിക്കാം, അത് കഴിയുമ്പോൾ ഇതെടുത്ത് കൊണ്ടുപോകാം. അപ്പൊ അവനും കസ്റ്റമറായി, ഇവനും കസ്റ്റമറായി. ഇങ്ങനെയാണ് ഒരു ബിസിനസ് ഇക്കോസിസ്റ്റം അവിടെ ഡെവലപ്പ് ചെയ്യാം. അതേസമയം കേരളത്തിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഇപ്പൊ ഈ അങ്ങനെ ഒരു 10 വണ്ടിയിൽ പഞ്ചറടയ്ക്കുന്ന ഒരു കട അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നേരെ വന്ന് അതിന്റെ അപ്പുറത്ത് ഒരു പഞ്ചറടയ്ക്കുന്ന കട ഒരുത്തൻ തുടങ്ങും. അപ്പൊ ഈ ഇവിടെ 10 വണ്ടി വരുന്നുണ്ടെങ്കിൽ ഇത് 10ഉം 5ഉം ആയി. അപ്പൊ ഇവർ തമ്മിൽ ചെറിയ മുറുമുറുപ്പുകൾ വരും. അപ്പൊ അവിടെ മറ്റേ ബോർഡ് വെച്ചിട്ട് ഇങ്ങോട്ട് വിളിച്ചു തുടങ്ങും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ 2 പേര് ഒരു ദിവസം ചിലപ്പോ 2-3 വണ്ടികൾ ഒരുമിച്ച് കിടക്കുന്നത് വേറൊരുത്തൻ കാണും. അപ്പോൾ ഉടനെ അവന്റെ ഉള്ളിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പഞ്ചറക്കൽ ഭയങ്കര കച്ചവടമാണല്ലോ, അവനും വന്നിടും അതിന്റെ അപ്പുറത്ത് വരണം. പിന്നെ ഇത് 3ഉം കൂടി തല്ലൂട്ടായി 3 ബിസിനസ് അവിടെ ഉണ്ടായിരിക്കില്ല. ഇതിന്റെ ഇടയിലായിരിക്കും ഇത് കണ്ടിട്ട് വേറൊരുത്തർ നല്ല ഇന്റീരിയറൊക്കെ ചെയ്തിട്ട് സോഫയൊക്കെ ചെയ്തിട്ട് ഒരു ടയർ പഞ്ചറടക്കൽ കട അവിടെ കൊണ്ടുവരും. മിക്കവാറും ആദ്യത്തെ കടക്കാരന്റെ പണിക്കാരെ മുഴുവൻ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഇവനൊന്ന് വികസിച്ച് കഴിയുമ്പോഴേക്കും മറ്റു 3 പൊളിഞ്ഞിട്ടുണ്ടാവും. ഇതാണ് കേരളത്തിൽ നടക്കുന്ന ഒരു ഇക്കോസിസ്റ്റം. അതിപ്പോ ഈ ഫിലിം സ്കൂളിന്റെ കാര്യത്തിലും നമ്മളൊക്കെ കാണുന്നതാണ്. ഇവിടെ അങ്ങനെ എന്തോ ഒരു ഭയങ്കര ലാഭം. എന്നാൽ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു സീനിയർ ആയിട്ടുള്ള ആളെ ചോദിച്ചു, ഇതിന് തക്ക ലാഭമൊക്കെ ഇതിലുണ്ടോ? ഇത് എന്താ എല്ലാവരും തുടങ്ങി 2 കൊല്ലം കഴിയുമ്പോൾ പൂട്ടിപ്പോക്കോളും. പക്ഷെ ഈ പറഞ്ഞോണം അവിടുന്ന് എടുത്ത് ഇവിടെ വെച്ച്, ഇവിടുന്ന് എടുത്ത് അവിടെ വെച്ച്. അപ്പൊ ഇതൊരു പ്രധാന സംഗതി. എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചപ്പോ ഇവിടെയും ഈ റിസ്ക് എടുക്കായ്മയെ തന്നെയാണ് ഇതിന്റെ ഇഷ്യൂ. അതായത് ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് മോഡല് ഒരു സംഗതി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അത് ആദ്യമായിട്ട് തുടങ്ങണം. അവിടെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം വീണ്ടും ആദ്യമായിട്ട് തുടങ്ങണം. അതിന് പകരം ഒരാൾ ചെയ്തു വെച്ച് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയാണല്ലോ നമുക്ക് ഈ കൊക്കോ കൃഷി, വാനില കൃഷി ഒക്കെ ഉണ്ടാവുന്നത്. ഒരാളൊരു കാര്യം ചെയ്ത് അതിൽ കുറച്ച് ലാഭം ഉണ്ടാവുന്നു. അപ്പൊ പിന്നെ ജനം മുഴുവൻ കൊക്കോ നട്ടു, പിന്നെ അതിന് ഡിമാൻഡ് ഇല്ലാതായി. അപ്പൊ അത് മുഴുവൻ പറിച്ചു കളയണം. ഇപ്പൊ ഈ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ സംഭവിച്ചത് തന്നെയല്ലേ. അപ്പൊ നമ്മള് അതിന്റെ വ്യത്യസ്തതകളിലേക്ക് നോക്കുന്നില്ല. ഒരാള് എന്തോ ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാവുന്നു, ഉടനെ ഇപ്പൊ അടുത്ത വീട്ടിലെ പയ്യൻ എഞ്ചിനീയറിങ്ങിന് പോയി, അവന് ജോലി കിട്ടി, അവനൊരു വരുമാനം ഉണ്ടായി. അപ്പൊ പിന്നെ ആ പ്രദേശത്തുള്ള എല്ലാ വീട്ടിലെയും കുട്ടികൾ എഞ്ചിനീയറിങ്ങിന് പോവുകയായി. ഇത് ഈ റിസ്ക് ടേക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് വരുന്നൊരു പ്രശ്നമാണ്. അങ്ങനെ ഒരു കൾച്ചർ ഇല്ലാത്ത, ഒരു ബിസിനസ് കൾച്ചർ ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. ഇതാണ് ഗുജറാത്തിലെ ഒരു കഥ. പക്ഷെ അത് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച്, ഞാൻ ഈ ബിസിനസ് എന്ന് പറയുമ്പോഴേ എന്നെ സംബന്ധിച്ച് ബിസിനസ് എന്നുള്ളത് ബീയിങ് ബിസി എന്നതിന്റെ നൗൺ ഫോമാണ്. അപ്പൊ ഞാനിവിടെ സ്റ്റുഡൻസിനോടൊക്കെ പറയാറുണ്ട്, ഇഫ് യു വാണ്ട് ടു ബി എ ബിസി ക്യാമറാമാൻ, ലേൺ ബിസിനസ്. അല്ലാണ്ട് ഈ ബിസിനസ് അറിയാതെ നിങ്ങൾക്ക് ബിസി ആവാൻ പറ്റില്ല. അപ്പം ആ രീതിയിൽ ഈ ഗുജറാത്തിലുള്ള മറ്റൊരു കഥ ഞാൻ കേട്ടത് ഇതാണ്. അതായത് ഈ 2 തവണ ബിസിനസ് നടത്തിയിട്ട് പൊളിഞ്ഞ ഒരു ചെറുപ്പക്കാരന് അവിടെ പെണ്ണ് കിട്ടാൻ എളുപ്പമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, 1ാമത്തെ പ്രാവശ്യം ബിസിനസ് നടത്തിയിട്ട് പൊളിഞ്ഞ് അത് വെച്ച് വിട്ടു പോവുകയാണെങ്കിൽ അവൻ ഈ റിസ്ക് എടുക്കാനുള്ള റിസ്ക് അപ്പറ്റൈറ്റ് അത്ര ഇല്ല എന്നുള്ളതാണ്. അവൻ 2ാമതും തുടങ്ങിയെന്നുണ്ടെങ്കിൽ റിസ്ക് അപ്പറ്റൈറ്റ് ഉണ്ട്, അതും പൊളിയും. കാരണം അത് ബിസിനസ് നടത്തുന്നവർക്ക് അറിയാതെ പൊളിയും. അത് പൊളിഞ്ഞു കഴിയുമ്പോൾ ഈ അമ്മായച്ചനായിട്ട് വരുന്ന ആള് ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ 2 തവണ ഇത് നടത്തിയിട്ട് ഒരുപാട് ലെസൺസ് ലേൺഡ്, ഹി ഹാസ് ലേൺഡ് എ ലോട്ട് ഓഫ് ലെസൺസ്. അപ്പൊ ഇപ്പൊ അവന്റെ കയ്യിൽ പൈസ ഇല്ല, അവനെ വേറെ ആരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല. എന്റെ കയ്യിലാണെങ്കിൽ പൈസയും ഉണ്ട്, എക്സ്പീരിയൻസും ഉണ്ട്. ഇവന്റെ ഈ ലെസൺസും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യും. നമ്മൾ അങ്ങനെ ചിന്തിക്കുമോ? നമ്മൾ ഒരു പ്രാവശ്യം പൊളിയുന്നതോട് കൂടി തന്നെ ഇപ്പൊ എന്തായി എന്ന് ചോദിക്കലുള്ളൂ. അതോടുകൂടി അവനെ അവസാനിപ്പിച്ച് അവൻ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ നമുക്കൊക്കെ പ്രാർത്ഥിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കുറെ എന്താ പറയാ സാംസ്കാരികമായിട്ടുള്ള ഇമ്പാക്റ്റ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്. അത് മാറി വരാനായിട്ട്, അതൊരു ഓവർനൈറ്റ് മാറില്ല. പക്ഷെ ആ ഷിഫ്റ്റ് ഇപ്പൊ നടക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ആ ഷിഫ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയും എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ പൂട്ടിപ്പോകുന്നതൊക്കെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിയേറ്റീവ് എക്കോണമി ഡിസൈൻ സ്കൂളുകളിലേക്ക് ഇപ്പോൾ ഒരുപാട് അഡ്മിഷൻസ് നടന്നു തുടങ്ങിയല്ലോ. അപ്പൊ ആ ഷിഫ്റ്റ് എന്തായാലും ഉണ്ടാവും. ബട്ട് ഇറ്റ് മേ ടേക്ക് സം ടൈം. നമ്മൾ സ്റ്റോറി ടെല്ലിങ് ഇപ്പൊ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പഠിക്കാൻ പോകുന്ന സമയത്ത് സ്റ്റോറി ടെല്ലിങ്
കാഴ്ചപ്പാടുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് സാധാരണഗതിയിൽ ആളുകൾ തിരഞ്ഞെടുക്കുന്നത് സ്റ്റോറി ടെല്ലർ എന്ന നിലയ്ക്ക് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് മേഖല സംവിധാനം എന്നുള്ള ആണെന്നുള്ള ഒരു പൊതു ധാരണ എന്ന് പറയുന്നത്. ആ സമയത്ത് എന്തുകൊണ്ടാണ് സിനിമോട്ടോഗ്രാഫി തിരഞ്ഞെടുക്കാനായിട്ട്, സിനിമോട്ടോഗ്രാഫി എങ്ങനെയാണ് ഈ സ്റ്റോറി ടെല്ലിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ഈ കഥ എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? പേന വേണം, വേണ്ടേ? അപ്പൊ പേന കഥ എഴുതുന്നതിന്റെ ടൂളാണ് എന്ന് പറയുന്നത് പോലെ ക്യാമറയല്ലേ നമ്മൾ കഥ പറയുന്നതിന്റെ അടിസ്ഥാനപരമായ ടൂള്. അപ്പൊ ഞാന് ഇന്റർവ്യൂവിന് ഇത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഈ നാടകം ഒക്കെ ഡയറക്ട് ചെയ്യുന്നത് കൊണ്ടും അതിന് അങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്യുന്നത് കൊണ്ടും ഒക്കെ അതല്ലേ നിങ്ങൾക്ക് കൂടുതൽ അപ്രോപ്രിയേറ്റ് എന്ന് എന്റെ ഫൈനൽ ഇന്റർവ്യൂവിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് എന്റെ ഡെസ്റ്റിനേഷൻ അവിടേക്കൊക്കെ തന്നെയായിരിക്കും. പക്ഷേ ഈ സംവിധായകന്റെ കണ്ണാണ് ക്യാമറാമാൻ എന്ന് പറയുമല്ലോ. അപ്പൊ സ്വന്തമായിട്ട് കണ്ണുള്ള ഒരു സംവിധായകനാവാം എന്നതാണ് ഉദ്ദേശം എന്ന് ഞാൻ ഇന്റർവ്യൂവിൽ പറയുകയും ചെയ്തു. അപ്പൊ അത് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ടെക്നോളജി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് ഞാനൊരു ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒക്കെ പഠിക്കുമ്പോൾ സ്റ്റിൽ ഫോട്ടോഗ്രാഫി കോഴ്സ് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ ഫോട്ടോഗ്രാഫി പഴയ ബോക്സ് ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് അത് പ്രോസസ് ചെയ്ത് അതിന്റെ എന്താ പറയാ ഫോട്ടോ കളറിങ് വെച്ചിട്ടത് കളർ ചെയ്യലൊക്കെ ആയിട്ട് പ്രൊഫഷണലി ഞാൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ സ്റ്റുഡിയോയില് ജോലി ചെയ്തിട്ടില്ല, പക്ഷെ ഞാനത് പഠിച്ചിട്ടുണ്ട്. എനിക്ക് ടെക്നോളജി എല്ലാ കാലത്തും ഭയങ്കര ഇഷ്ടമാണ്. ഈ ചെയ്സറുകൾ ഉണ്ടാക്കുക, ഡാൻസിങ് ലൈറ്റുകൾ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്ന പരിപാടികൾ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ടെക്നോളജി പാർട്ടിൽ പോയി ടൂള് ഞാൻ ആദ്യം എടുക്കായിരുന്നു. മറ്റേ കഥ നമ്മുടെ മനസ്സിലുണ്ടാവുന്നു, അതിനെ എങ്ങനെയാണ് പ്രൊഡക്റ്റീവായിട്ട് പ്രസന്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ചിന്തയാണ് എന്നെ അങ്ങനെ കൊണ്ടുവന്നത്. പിന്നെ അന്ന് കാലത്ത് ഈ ക്യാമറാമാൻ എന്ന് പറയുന്ന ഒരാൾക്ക് കൃത്യമായിട്ടൊരു ജോലി കിട്ടുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ പ്രൊഫഷനിൽ വരുമാനമുണ്ട്. കാരണം അന്ന് ഡിജിറ്റൽ പരിപാടിയൊന്നും എത്തിയിട്ടില്ലല്ലോ. അപ്പൊ ഒരു ഡയറക്ഷനില് ഒരു ഡയറക്ടറായിട്ട് ഇതൊക്കെ പ്രസന്റ് ചെയ്ത് ഒരു പ്രൊജക്ട് ഓണാക്കുക എന്ന് പറയുന്നത് വലിയ അധ്വാനമുള്ളൊരു കാര്യമാണ്. അപ്പൊ എനിക്ക് സ്റ്റിൽ ഫോട്ടോഗ്രാഫി താല്പര്യമുള്ളത് കൊണ്ടും ക്യാമറ പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ജോലി ചെയ്യാമെന്നുള്ളത് കൊണ്ടും എനിക്ക് ആ സ്റ്റെപ്പുകൾ വളരെ കൺവീനിയന്റ് ആയിട്ട് തോന്നി എന്നുള്ളതാണ് ഒരു കാരണം. ഈ ടെക്നോളജിയോടുള്ള താല്പര്യം കൊണ്ടാണ് ഞാൻ മ്യൂസിയം ഡിസൈനിലേക്കും എത്തിയത്. കാരണം ഇപ്പൊ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള മ്യൂസിയംസ് എല്ലാം നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ ഇവിടെ കൂനമ്മാവ് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിയത്തിൽ ഈ LED ടൈലുകളെല്ലാം പൊട്ടിച്ച് വയർ ചെയ്ത് ഒക്കെയുള്ളൊരു ഇൻസ്റ്റലേഷനൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. പൊട്ടിച്ചെന്ന് ഉദ്ദേശിക്കുന്നത് ആ ടൈലുകളെ സെപ്പറേറ്റ് ചെയ്തിട്ട്. അതുപോലെ തന്നെ മറ്റൊരു ഒരു മ്യൂസിയത്തിലെ ഒരു ഷോ എന്ന് പറയുന്നത് കുക്കൂൺ ഷേപ്പായിട്ട് ഞാനൊരു ഡോം തിയേറ്റർ ഉണ്ടാക്കുക ചെയ്തത്. അതിൻ്റെ ഉള്ളിൽ 30 പേർക്ക് ഇരിക്കാം. അപ്പൊ അത് മിറർ കൊണ്ടാണ് ഈ കുക്കൂൺ ഷേപ്ഡ് തിയേറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഈ തൂങ്ങിക്കിടക്കുന്ന കുക്കൂണിന്റെ അതേ ടെക്സ്ചർ കിട്ടണം എന്നുള്ളതാണ്. അപ്പൊ അതില് ഒരു കർവ്ഡ് സ്ക്രീനിൽ നമ്മൾ പ്രൊജക്ഷൻ മാപ്പിംഗ് ചെയ്ത് ഇതൊക്കെ കുറെ മുൻപ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അതുപോലെ ഫുള്ളി ഓട്ടോമേറ്റഡ് ഷോസ്, ബാംഗ്ലൂർ വണ്ടർലയിൽ ഒരു പ്രീമിയം റൈഡ് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ടെക്നോളജി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പം അതൊക്കെ ആയിരിക്കും അതിന്റെ ഒരു കാരണമെന്ന് എനിക്ക് തോന്നുന്നു. ലൈറ്റ്സും ലൈറ്റിങ്ങും ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പോ സിനിമാട്ടോഗ്രാഫിയിലേക്ക് എത്തുമ്പോ ഒരു കൃത്യമായ ഒരു ജോലി കിട്ടുമായിരുന്നു, വരുമാന മാർഗം കൃത്യമായിട്ട് ഉണ്ടാകുമായിരുന്നു ഒരു കാര്യം പറഞ്ഞത്. അപ്പൊ അതില് അന്ന് ആ ഒരു സമയത്ത് സിനിമ മാത്രമായിരുന്നു, അല്ലെങ്കിൽ സിനിമയും TV മാത്രമായിരുന്നു നമുക്കൊരു വിഷ്വൽ മീഡിയയിൽ ഉള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ കാലത്ത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു ഒരു വലിയ ഒരു പ്ലാറ്റ്ഫോം വന്നു. അതില് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ക്വാളിറ്റി കണ്ടന്റിനെ നീഡ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. ഇപ്പൊ ആ ക്വാളിറ്റി കുറഞ്ഞ കണ്ടന്റുകളെ അവർ അൽഗോരിതം തന്നെ കില്ല് ചെയ്യുന്ന ഒരു രീതിയിലേക്കും വന്നു. അപ്പൊ അത് തന്നെയല്ല, കൂടുതലും ആളുകൾ ഒരു കഴിഞ്ഞ 10 വർഷത്തെ സോഷ്യൽ മീഡിയ ചരിത്രം എടുത്തു കഴിഞ്ഞാല് വളരെ റിയലിസ്റ്റിക് ആയിട്ട് വരുന്ന കണ്ടന്റുകൾ മാത്രം കണ്ടുകൊണ്ടിരുന്ന ജനം ഇപ്പൊ പ്രൊഫഷണൽ ആയിട്ടുള്ള കണ്ടന്റ് കാണാനായിട്ട് കൂടുതൽ റീച്ച് കിട്ടുന്നതും കൂടുതൽ ആൾക്കാർ കാണുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇൻഡസ്ട്രി വളരെ കൂടുതൽ പ്രൊഫഷണൽസിനെ ലീഡ് ചെയ്യുന്നു ഒരു സാധ്യതയിലേക്കൂടെ അതെ. അത് ഞാനിപ്പോ നേരത്തെ ഈ ക്രിയേറ്റീവ് ഇക്കോണമിയുടെ കാര്യം പറഞ്ഞല്ലോ.
അതെല്ലാം ഈ സ്ക്രീൻ ബേസ്ഡ് ആണ്. ഞാനിപ്പോ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു എന്നുണ്ടെങ്കിലും അങ്ങനെ സിനിമ മരിച്ചാലും ഞാൻ സിനിമ ചെയ്യും എന്ന് പറയുന്നൊരു ഇന്റൻഷൻ ഒന്നും എനിക്ക് ഒരു കാലത്ത് ഉണ്ടായിട്ടില്ല. എന്നെ സംബന്ധിച്ച് ഫീച്ചർ ഫിലിം എന്ന് പറയുന്നത് വൺ ഓഫ് ദി മോഡ്സ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ളത് അന്നും ഇന്നൊക്കെ ഉള്ളത്. അപ്പൊ ഞാൻ അവിടുന്ന് പാസ് ഔട്ട് ആയ സമയത്ത് ഈ 16mm ഡോക്യുമെന്ററികൾ ചെയ്തിട്ടുണ്ട്, ഒരു സീരിയൽ ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞ ഫീച്ചർ ഫിലിമുകൾ ചെയ്തിട്ടുണ്ട്. മ്യൂസിയത്തില് ഞാൻ മ്യൂസിയം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യം, ഇനി എന്തായിരിക്കും ഒരു പുതിയ മോഡ് വരിക. കാരണം സിനിമ ഒരു എന്താ പറയാ, ഒരു 100 കൊല്ലം മുമ്പ് ഉണ്ടായ ഒരു ടെക്നോളജിക്കൽ ഡിസ്റപ്ഷനാണ്. നമ്മളിപ്പോൾ ആ വാക്കാണല്ലോ നമ്മൾ അത് ഉപയോഗിക്കുന്നത്. കാരണം ഒരു നടന്മാര് അഭിനയിക്കുകയും ഓരോ ചിലപ്പോ 600 1000 ആൾക്കാരുടെ മുമ്പിൽ ഓരോ പ്രാവശ്യവും അഭിനയിച്ച് ചെയ്തിരുന്ന ഒരു കാര്യത്തെ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് ഈ സൗണ്ടും വിഷ്വലും കൂടി മിക്സ് ചെയ്ത് നല്ല തിയേറ്ററുകളിൽ നല്ല സീറ്റുകളിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ കഥ പറയിച്ച് ലക്ഷക്കണക്കിന് പേരെ കാണിക്കാൻ പറ്റുമെന്ന് പറയുന്ന ഒരു വലിയ ടെക്നോളജിയുടെ ഒരു ഡിസ്റപ്ഷനാണ് അന്ന് നടന്നത്. അന്ന് ഈ വാക്കൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ അതാണ് അന്ന് നടന്നത്. അപ്പോ അതുപോലെ ഇനി എന്തായിരിക്കും എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനിയും എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിലേക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റും. അപ്പൊ പെയിന്റിങ്സ് കൂട്ടിച്ചേർക്കാൻ പറ്റും, സ്കൾപ്ചേഴ്സ് കൂട്ടിച്ചേർക്കാൻ പറ്റും, മൂവ്മെന്റുകൾ മെക്കാനിക്കൽ മൂവ്മെന്റ്സ് കൂട്ടിച്ചേർക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ചേർന്നിട്ടാണ് ഞാൻ ഈ ഷോസ് ഓട്ടോമേറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്ത്, അതൊക്കെ ലൈറ്റിങ്ങും ഓട്ടോമേറ്റഡ് ആണ്, അത്തരം ഷോസ് ഒക്കെ ചെയ്തിരുന്നത്. അപ്പം അത് കഴിഞ്ഞ് പിന്നത്തെ ഒരു ലെവലിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഡിസ്റപ്ഷൻ ഉണ്ടാവുന്നത്, ഏത് നമ്മളുടെ സോഷ്യൽ മീഡിയ ഡിസ്റപ്ഷൻ ഉണ്ടാവുന്നത്. അപ്പൊ എനിക്ക് തോന്നിയത്, മുൻപ് നമ്മൾ 150 200 സ്ക്രീനൊക്കെ ആണ് നമ്മൾ കേരളത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ലക്ഷക്കണക്കിന് സ്ക്രീനുകളാണുള്ളത്. ഈ ലക്ഷക്കണക്കിന് സ്ക്രീനുകളിലേക്ക് ഓഡിയോ വിഷ്വൽ ഡിസൈൻ ആവശ്യമുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ച് എല്ലാ കാലത്തും ഇതൊരു ഓഡിയോ വിഷ്വൽ ഡിസൈനാണ്. അതിപ്പോ സിനിമയായാലും ഓഡിയോ വിഷ്വൽ ഡിസൈനാണ്, ഡോക്യുമെന്ററി ആയാലും ഓഡിയോ വിഷ്വൽ ഡിസൈനാണ്, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ഷോസ് ആയാലും ഓഡിയോ വിഷ്വൽ ഡിസൈനാണ്. അപ്പം ഈ സ്ക്രീനുകൾ ഇത്രയും വന്നതോട് കൂടിയിട്ട് ഓഡിയോ വിഷ്വൽ ഡിസൈൻസ് ഒരുപാട് ഉണ്ടാക്കേണ്ടതുണ്ട്. അതിലേക്ക് പ്രൊഫഷണൽ ഡിസൈനേഴ്സിന്റെ ആവശ്യവും ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞ അത് മീറ്റ് ചെയ്യാൻ അടുത്ത കാലത്തൊന്നും മീറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നമുക്കൊക്കെ സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങൾക്ക് ഒരു ഓഡിയോ വിഷ്വൽ റെപ്രസെന്റേഷൻ ഇല്ലാതെ ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എന്തിനേറെ വ്യക്തികൾ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പൊ എനിക്കൊരു നല്ല ഇൻസ്റ്റാ അക്കൗണ്ട് ഇല്ലെങ്കിൽ, നല്ല FB അക്കൗണ്ട് ഇല്ലെങ്കിൽ, നല്ല ലിങ്ക്ഡിൻ അക്കൗണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഈ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ആരും അറിയില്ല. എനിക്കിതെല്ലാം കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ചിലപ്പോൾ എന്നെ അറിയുന്നുണ്ടാവില്ല. അപ്പം എല്ലാ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും എല്ലാം ഈ ഓഡിയോ വിഷ്വൽ ഡിസൈനിന്റെ ആവശ്യമുണ്ട്. ഇതെല്ലാം ചെയ്യേണ്ട പ്രൊഫഷണൽസിന്റെ, ക്വാളിറ്റി പ്രൊഫഷണൽസിന്റെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന പ്രൊഫഷണൽസിന്റെ. ഇപ്പൊ വെറുതെ ഇപ്പൊ നമ്മളൊക്കെ ചെയ്യുന്ന സമയത്ത്, ഫിലിമിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സായിരുന്നു. ഇന്നിപ്പോ റെഡ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ, എന്തിന് റെഡ് ബട്ടൺ, സ്ക്രീനിൽ തൊട്ട് കഴിഞ്ഞാൽ റെക്കോർഡാവും, AI വെച്ചിട്ട് സ്ക്രീൻ തന്നെ അത് ഭംഗിയാക്കി തരും. പക്ഷെ അപ്പോഴും ഞാൻ ഈ സോഷ്യൽ മീഡിയയ്ക്ക് നമ്മളും പ്രൊമോഷനൊക്കെ വേണ്ടി ഒരുപാട് ഉപയോഗിക്കുന്നത് കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, ഈ ഭംഗിക്കൊക്കെ അപ്പുറത്തേക്ക് ഇതിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടോ, ഒരു മീനിങ് ഫുൾ ഫ്രെയിം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ആണ് ഇതിലെ അഭ്യാസം നടക്കേണ്ടത്. അതിനെയാണ് ക്വാളിറ്റി പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. വെദർ യുവർ ഫ്രെയിംസ് ആർ മീനിങ് ഫുൾ, വെദർ യുവർ ഫ്രെയിംസ് ആർ കമ്മ്യൂണിക്കേറ്റിംഗ് സംതിങ്, ആ ലെവലിലേക്കാണ് ട്രെയിനിങ് പോകേണ്ടത്. പണ്ട് ഈ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരാഴ്ച കഴിഞ്ഞ് പ്രോസസ്സ് ചെയ്ത് വരുമ്പോൾ ഇമേജ് ഉണ്ടാവുക എന്നുള്ളത് വലിയ അച്ചീവ്മെന്റ് ആയിരുന്നെങ്കിൽ ഇന്ന് അതൊരു അച്ചീവ്മെന്റ് അല്ല. അത് ഫീച്ചർ ഫിലിം ആണെങ്കിൽ മോണിറ്ററിൽ കാണാം, അല്ലെങ്കിൽ നമ്മൾ ക്യാമറയിൽ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ കാണാം, ഇതൊക്കെ കാണാം. But today the question is, are you able to create meaningful frames which will communicate to your audience? അവിടേക്ക് ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷനിലേക്ക് കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മുൻപ് പഠിച്ച ലിറ്റററി കോമ്പോസിഷൻസിനും ലിറ്റററി കമ്മ്യൂണിക്കേഷൻസിനും പ്രസക്തി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഷിഫ്റ്റിന്റെ ഒരു ജംഗ്ഷനിലാണ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഇപ്പൊ ആ ഷിഫ്റ്റ് നടത്തുന്നവരെല്ലാം വളരെ സന്തോഷപൂർവ്വം അടുത്തൊരു 10 കൊല്ലത്തേക്കെങ്കിലും ഈ പറയുന്നതിലേക്ക് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാതെ അവരവിടെ നിലനിൽക്കുന്നുണ്ടാവും. ഇതില് മ്യൂസിയങ്ങളുടെ ആ കാര്യം പറഞ്ഞു.
അതുപോലെ വണ്ടർലാൻഡ് റൈഡിനെ പറ്റി പറഞ്ഞു. അപ്പൊ ഇതിലൊക്കെ അതുപോലെ തന്നെ നമ്മുടെ LED കൊണ്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു, കുക്കൂണിന്റെ കാര്യം പറഞ്ഞു, അതിൽ സ്ക്രീനിന്റെ കാര്യം പറഞ്ഞു. ഇതിനകത്തൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടുണ്ട്, ടെക്നോളജി ഉണ്ട്, അതിന്റെ ഒരു റീഡിങ് വശമുണ്ട്, അതിന്റെ ഒരു വിഷ്വൽ സംഭവമുണ്ട്, അതിന്റെ ഒരു ഓഡിയോയുടെ ഒരു പ്രസൻസ് ഉണ്ട്. അപ്പോ ഇതെല്ലാം കൂടെ ഇതിന്റെ ഒരു കോമ്പിനേഷൻ ഓഫ് ആർട്ട് എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് അതിന്റെ ഈ കോമ്പിനേഷൻ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് തോന്നുന്നത് സാധാരണ ആളുകൾക്ക് അത് എത്രത്തോളം സാധാരണ ആളുകൾ ടാർഗറ്റ് ഓഡിയൻസ് ആണെന്നുണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ മനസ്സിലാവാനാണ് നമ്മൾ ഇത്ര പണിയെടുക്കുന്നത്. അപ്പോ അല്ല, ഞാൻ ഇതിലുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് അതിന് കൊടുത്തിരുന്നൊരു വരി എന്ന് പറയുന്നത് ലെറ്റ് ഹിസ്റ്ററി ടച്ച് യുവർ ഹാർട്ട്സ് എന്നുള്ളതാണ്. കാരണം സാധാരണ നമ്മളൊരു മ്യൂസിയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ചെറുതാറങ്ങി നിന്ന് അവിടെ എവിടെയെങ്കിലും സിമന്റ് ബെഞ്ചിൽ ഇരുന്ന് വർത്താനം പറഞ്ഞ് തിരിച്ചു പോരുക എന്നുള്ളതല്ലാതെ ആക്ച്വലി അത് എന്തൊക്കെയാണെന്നൊന്നും അവിടെ ഒരു ഗൈഡ് ഉണ്ടെങ്കിൽ പറഞ്ഞാലും വളരെ അപൂർവമായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോ ഇത് ഈ സങ്കേതങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ കഥ പറയുകയാണ്. അപ്പൊ ഈ കഥ പറയുന്നതിന് മുൻപ് ഇപ്പൊ ഒരു സെയിന്റിനെ കുറിച്ചുള്ള മ്യൂസിയമാണ്, ഒരു ക്രിസ്ത്യൻ സെയിന്റിനെ കുറിച്ചുള്ള ഒരു മ്യൂസിയം ഞാൻ ചെയ്തിരുന്നു, ചാവറ അച്ഛന്റെ കുറിച്ചുള്ളത്. അപ്പോ അത് ചെയ്യുന്നതിന് മുൻപ് നമ്മളൊരു 2 മാസത്തോളം അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പുകൾ തൊട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് തന്നിട്ടുണ്ടാവും. അതെല്ലാം ഞാൻ വായിക്കുന്നുണ്ടാവും. എനിക്ക് വായിക്കാൻ വലിയ ഇഷ്ടമാണ്. ഐ ക്ലിയർലി ടേക്ക് നോട്ട്സ്. എന്നിട്ട് ഇതിനെ ഒരു അരമണിക്കൂർ നേരത്തേക്ക് പറയാനുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സ് എനിക്കിഷ്ടമാണ്. ഇതിലേക്ക് ഈ പറയുന്ന ഡിവൈസുകളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് എങ്ങനെയാണ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ പറയുക എന്നുള്ളതാണ്. കാരണം സിനിമയായിട്ട് കാണിക്കുക എന്ന് പറയുന്നത് ഇപ്പൊ അതിന്റെ ഒരു ആധിക്യത്തിൽ അതിലുള്ള കൗതുകമൊക്കെ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ എന്താ പറയാ, ഒരു 20 കൊല്ലം മുമ്പ് ഒരു സിനിമ കാണുക എന്ന് പറയുന്ന അതിന്റെ ഒരു കൗതുകമൊന്നും എന്നില്ല. ഇന്നിപ്പോ നമ്മൾ റോഡ് സൈഡിൽ മുഴുവൻ LED ബോളുകൾ കാണാനുണ്ട്, വലിയ സ്ക്രീനുകൾ കാണാനുണ്ട്, ആഡ്സ് ഓൺ റോഡ്സ് എന്ന് പറഞ്ഞിട്ട് വാഹനങ്ങളിൽ വലിയ സ്ക്രീൻ കാണാൻ പോകുന്നുണ്ട്. മുൻപൊക്കെ എന്റെയൊക്കെ ചെറുപ്പത്തില് തിയേറ്ററിലേക്ക് പോകുമ്പോൾ സിനിമ തുടങ്ങുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പ് തിയേറ്ററിൽ എത്തണം എന്ന് നമുക്കൊക്കെ നിർബന്ധമായിരുന്നു. കാരണം അവിടെ പരസ്യങ്ങൾ കാണാനാണത്. കാരണം ആ പരസ്യങ്ങൾ നമുക്ക് അവിടെയല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ പരസ്യം ഒന്നുപോലും മിസ്സാവാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ തിയേറ്ററിലേക്ക് പോകുന്നു. ഇന്ന് നമുക്ക് ആ പരസ്യം കാണാനായിട്ട് വെറുതെ റോഡിലൂടെ നടക്കുമ്പോൾ 2 സൈഡിലും പരസ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഒരു ഓഡിയോ വിഷ്വൽ ഡിസൈൻ മാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു സിനിമ മാത്രമായിട്ട് കാണുന്നതിലേക്ക് ഒരു കൗതുകം കുറവുണ്ട്. അപ്പൊ അതിനെ എങ്ങനെയാണ് കാരണം ഈ സ്റ്റോറി ടെല്ലിങ്ങിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് സസ്പെൻസ് ആൻഡ് സർപ്രൈസ് ആണ്. അപ്പൊ എപ്പോഴും നമുക്കൊരു സർപ്രൈസ് എലമെന്റ് അതിൽ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പൊ ഇത്രയും എലമെന്റുകളെ കൂട്ടിയോജിപ്പിക്കുമ്പോൾ ഇന്ന് വരെ അങ്ങനെ കണ്ടിട്ടില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ അമ്യൂസ്ഡ് ആവും. അങ്ങനെയാണല്ലോ അമ്യൂസ്മെന്റ് പാർക്ക് എന്നുള്ള പേര് തന്നെ വരുന്നത്, അങ്ങനെയാണല്ലോ. അപ്പോൾ വണ്ടർലയില് ഞാൻ ചെയ്ത റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിലൊരു സ്റ്റോറി ഉണ്ട്. ഒരു അബാൻഡൻഡ് ജയിലും അതിലൊരു ജയിലർ എന്നൊക്കെ പറയുന്നൊരു സ്റ്റോറി ഉണ്ട്. അപ്പൊ അവിടെ അത് ചെയ്യുമ്പോൾ നമ്മൾ 42 ട്രാക്ക് സൗണ്ട് സിങ്ക്രണൈസ് ചെയ്തിട്ടുണ്ട്. അന്ന് ഡോൾബി 6 ട്രാക്ക് എന്നൊക്കെ പറഞ്ഞാൽ വൻ സംഭവമാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ 42 ട്രാക്ക് സിങ്ക്രണൈസ് ചെയ്ത് മിക്സ് ചെയ്തിട്ടുണ്ട് ആ റൈഡിന്റെ ഉള്ളില്. അതൊരു 4 സൗണ്ട് കാർഡൊക്കെ വെച്ച് അതിനെ സിങ്ക്രണൈസ് ചെയ്ത് ഒക്കെയാണ് ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്തരത്തിലുള്ള എന്താ പറയാ സൂക്ഷ്മമായ കാര്യങ്ങളിൽ എനിക്ക് വലിയ താല്പര്യമുണ്ട്. അപ്പോൾ നോക്കുന്നൊരു കാര്യം, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആഫ്റ്റർ ഡൂയിങ് ഓൾ ദിസ്, ഈ സ്റ്റോറിയെ വേറൊരു രൂപത്തിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അയാളുടെ ഹൃദയത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഈ കഥ പറച്ചിലിന്റെ അടിസ്ഥാന ധർമ്മം അതാണല്ലോ. അതായത് നമ്മൾ പറയുന്ന കഥയെ, ചില കഥകൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു ഇമോഷനും തോന്നുന്നുണ്ടാവില്ല. അപ്പൊ ഈ കഥ പ്രൊഡ്യൂസറുടെ അടുത്ത് പറയുന്ന സമയത്ത് ആ പറച്ചിലില് ധാരാളം ഇമോഷൻ ഉണ്ടാവും. പക്ഷെ അതിനെ ഓഡിയോ വിഷ്വൽ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ഇമോഷൻ ഉണ്ടാക്കുവാൻ, ഈ ഹൃദയത്തിൽ തൊടുവാൻ, ഇയാളുടെ ഒരു നോൺ കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തുവാൻ ആ ലാംഗ്വേജിൽ ഈ പറഞ്ഞ കഥാകാരൻ പരാജയപ്പെട്ടു എന്നുള്ളതാണ്.
അപ്പൊ ഞാൻ ഈ മ്യൂസിയംസും ഷോസും ഒക്കെ ചെയ്യുമ്പോൾ പ്രൈമറിലി നോക്കുന്ന ഒരു കാര്യം ഇതാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത എന്തൊക്കെയോ എലമെന്റുകൾ വെച്ചിട്ട് can I make it interesting? Can I bring an element of surprise into the minds of the viewers? And finally, it should communicate. It should go deep down to their hearts, and I should be able to install a belief inside their mind about some concept. If it is a saint, what the saint was saying. If it is about history, what has happened during those times. അതിനെ കൃത്യമായിട്ട് എനിക്ക് ഇവരുടെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് എൻ്റെ ആ സമയത്ത് ടാർഗറ്റ്. അപ്പൊ അതിലേക്ക് വേണ്ടി നമ്മൾ ഒരുപാട് ട്വീക്ക് ചെയ്യുകയും ഒരുപാട് എലമെന്റ്സിനെ തിരിച്ചും മറിച്ചൊക്കെ വെക്കുകയും ചെയ്യുന്ന ഒരു വലിയ പണിയുണ്ട്. ആ പണിക്ക് വേണ്ടുന്ന എന്താ പറയാ ക്ഷമയും ഒക്കെ നമുക്ക് ഉണ്ട്. നമ്മള് കഥ പറച്ചിലിന് പല മേഖലകളിലൂടെ കടന്നുപോയ ഒരു ചർച്ചയായിരുന്നു അത്. അപ്പോ ഇൻസ്റ്റലേഷന്റെ കാര്യം, സിനിമയുടെ കാര്യം, ആർട്ടിന്റെ കാര്യം, ബിസിനസ്സിനെ എങ്ങനെ കലയുമായിട്ട് കൂട്ടിച്ചേർക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കടന്നുപോയപ്പോ ഞങ്ങൾക്കൊക്കെ തോന്നുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇനി അടുത്ത ഒരു ഡെസ്റ്റിനേഷൻ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് ജയചേട്ടന്റെ സ്വന്തം ഒരു കാര്യത്തിൽ വിഷനിൽ എന്തായിരിക്കും ഒരു ഡെസ്റ്റിനേഷൻ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത്? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് നമ്മളൊരു കുറച്ചൊക്കെ ഒരു ആർക്കിന്റെ എൻഡിലേക്കൊക്കെ വന്നു തുടങ്ങിയല്ലോ. അപ്പൊ എനിക്ക് ഇനി തോന്നുന്നത് ഒരു 3-4 പുസ്തകങ്ങൾ എഴുതാൻ തോന്നുന്നുണ്ട്. ഒരു 2-3 സിനിമകൾ എഴുതണമെന്നും 1-2 സംവിധാനം ചെയ്യണമെന്നും തോന്നുന്നുണ്ട്. ഒരു വലിയ മ്യൂസിയം സ്പ്രെഡ് കൃത്യമായിട്ട് ഈ ഹിസ്റ്ററി പറയുന്ന മ്യൂസിയംസ് 1-2 ചെയ്യണം തോന്നുന്നുണ്ട്. അപ്പൊ തന്നെ കുറച്ച് സമയം ആവും. തൽക്കാലം ഇത്രക്കൊക്കെ കാര്യങ്ങളാണ് ഇനി ചെയ്യാൻ ബാക്കി മനസ്സിലുള്ളത്. ഹായ് ഓൾ, ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി വീഡിയോ ആണ്. പക്ഷെ കഫേയുടെ ഇതല്ല കേട്ടോ. പെട്ടെന്ന് വെള്ളം കുടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കഫേ എന്ന് തോന്നും. എനിക്ക് തെറ്റി. ഞാനിപ്പോൾ ഇരിക്കുന്നത് ടൈനി മാഫിയ, കിഡ്സ് ലക്ഷറി ബ്രാൻഡായിട്ടുള്ള ടൈനി മാഫിയയുടെ കാലിക്കറ്റ് ഫ്രാഞ്ചൈസ് സ്റ്റോറിലാണ്, ഹൈലൈറ്റ് മാളിലെ ഫ്രാഞ്ചൈസ് സ്റ്റോറിലാണ് ഇരിക്കുന്നത്. കുറച്ച് യുണീക്കായിട്ടുള്ള ഒരു ബ്രാൻഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഞാൻ അതൊന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഒന്നാമത്തെ കാര്യം, ഇവരുടെ ഷോറൂമിലേക്ക് കയറിയ സമയത്തിന് കിട്ടിയ ഒരു ഫീല് വളരെ കൂൾ ആൻഡ് റിലാക്സ്, പ്ലസൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് വെള്ളം കുടിച്ചുകൊണ്ട് പർച്ചേസ് ചെയ്യാമെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റി, ഫുൾ ടൈം ഒരു സ്റ്റൈലിസ്റ്റ് അവൈലബിൾ ആണ്. സ്റ്റൈൽ ബുക്കും സ്റ്റൈലിസ്റ്റും ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയല്ലേ പർച്ചേസ് ചെയ്യാൻ. അപ്പോൾ അതൊരു യൂണിക് ഫീച്ചറാണ്. പിന്നെ പ്രൊഡക്റ്റിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഗുച്ചി, ബലൻസിയാഗിൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റി ഇവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ പ്രൊഡക്റ്റ് പ്രസൻറ്റ് ചെയ്തേക്കുന്ന രീതി എല്ലാം ലിമിറ്റഡ് എഡിഷൻ രീതിയിലാണ് കൊണ്ടുവയ്ക്കുന്നത്. അതിൽ ഓരോ 3 മാസം കൂടുന്ന സമയത്തും പുതിയ ചാപ്റ്റേഴ്സ്, ആ ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് പുതിയ പ്രൊഡക്റ്റ് വരും. അടുത്ത 3 മാസം പുതിയ ചാപ്റ്റർ. ഇപ്പോൾ റൺ ചെയ്യുന്ന ചാപ്റ്റർ ഹേസ്റ്റ് ആണ്. അത് അടുത്ത 3 മാസം കഴിയുമ്പോൾ അത് മാറും. അപ്പോൾ അതിലൊക്കെ ഒരു വ്യത്യസ്തത കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ സൗത്ത് ഇന്ത്യ അക്രോസ് ഇവരുടെ ഫ്രാഞ്ചൈസ് സ്റ്റോർസ് വരുന്നുണ്ട്. നമ്മുടെ കൊച്ചി, കോട്ടയം, കൊല്ലം, ട്രിവാൻഡ്രം, തൃശ്ശൂർ എല്ലായിടത്തും. അപ്പോൾ നിങ്ങൾക്ക് ഫ്രാഞ്ചൈസി ആയിട്ട് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്തോളൂ. കൂടുതൽ അറിയാൻ അവരെ നേരിട്ട് വിളിച്ചോളൂ. നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. പുതിയ പ്രൊജക്റ്റായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ദ വേ ടു സക്സസ് 0 to 100% എന്ന ഈ പോഡ്കാസ്റ്റ് സീരീസിന്റെ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി നമ്മളോട് കഥ പറച്ചിലിന്റെ പല രീതികളെ പറ്റി പറഞ്ഞ ജെയിൻ ചേട്ടനോടുള്ള നന്ദി, എല്ലാവരുടെയും ജെയിൻ സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു. 0 to 100% എന്ന പോഡ്കാസ്റ്റ് സീരീസ് നമുക്ക് സ്പോട്ടിഫൈ, ആമസോൺ മ്യൂസിക്, അൻഗാമി, അതോടൊപ്പം യൂട്യൂബ് പോഡ്കാസ്റ്റ്, യൂട്യൂബ് ചാനൽ എന്നിവയിലും ലഭ്യമാണ്.